വോഗ് എന്ന വാക്കിന് ഫാഷൻ ലോകത്ത് വളരെയധികം ശക്തിയുണ്ട്. ലോകമെമ്പാടും വിൽക്കുകയും 19 വ്യത്യസ്ത ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ലോകപ്രശസ്ത ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ മാഗസിനാണ് വോഗ്. പോപ്പ് ഐക്കണിന്റെ രാജ്ഞിയായ മഡോണ വോഗിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ഗാനമുണ്ട്. ഞാൻ മേഘ പി പണിക്കർ. സെറമോണിയൽ സൈഡ് ഓഫ് ലൈഫ് ആഘോഷിക്കുന്ന ഒരു പ്രസിദ്ധീകരണം രൂപീകരിക്കുന്നതിനായി 1892 ന്യൂയോർക്കിലെ സിറ്റി ആസ്ഥാനമാക്കി ഒരു പ്രതിവാര പത്രമായി വോഗിനെ അവതരിപ്പിച്ചത്. അമേരിക്കൻ വ്യവസായിയായ ആർതർ ബാൾഡ്വിൻ ടർണൂറാണ് വോഗ് സ്ഥാപിച്ചത്. വർഷങ്ങൾക്ക് ശേഷം പത്രം മാസികയായി. ഒരു പ്രത്യേക സമയത്തെ നിലവിലുള്ള ഫാഷൻ അല്ലെങ്കിൽ ശൈലി എന്നാണ് വോഗ് എന്ന വാക്കിന്റെ അർത്ഥം. വോഗ് ഒരു അമേരിക്കൻ പ്രതിമാസ ഫാഷൻ ലൈഫ് സ്റ്റൈൽ മാസികയായി വളർന്നു. ഫാഷൻ, സൗന്ദര്യം, സംസ്കാരം, ലിവിംഗ് എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ വോഗ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു. സ്ഥാപിതമായതു മുതൽ വോഗ് നിരവധി അഭിനേതാക്കൾ, സംഗീതജ്ഞർ, മോഡലുകൾ, കായിക താരങ്ങൾ, മറ്റ് പ്രമുഖ സെലിബ്രിറ്റികൾ എന്നിവരെ അവതരിപ്പിച്ചു. വോഗ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും വലിയ ലക്കം 2012 സെപ്റ്റംബർ പതിപ്പായിരുന്നു. അതിൽ 900 പേജുകൾ അടങ്ങിയ കവറിൽ ലേഡി ഗാഗ ഉൾപ്പെടുന്നു. ഫാഷൻ വ്യവസായത്തിലെ ഏറ്റവും ശക്തവും അംഗീകൃതവുമായ പ്രസിദ്ധീകരണമാണ് വോഗ്. 10 സെന്റ് ഏകദേശം ₹2.85 വിലയ്ക്കാണ് ആദ്യ ലക്കം വോഗ് വിറ്റത്. ഇപ്പോൾ നിങ്ങൾക്ക് വോഗ് ഓൺലൈനിൽ ₹200 മുകളിലേക്ക് നൽകി മേടിക്കാം. തുടക്കം മുതൽ മാഗസിൻ ന്യൂയോർക്കിലെ ഉയർന്ന ക്ലാസ്, അവരുടെ ശീലങ്ങൾ, ഒഴിവു സമയ പ്രവർത്തനങ്ങൾ, അവർ പതിവായി പോകുന്ന സ്ഥലങ്ങൾ, അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ എന്നിവയെ ലക്ഷ്യം വെച്ചിരുന്നു. തുടക്കത്തിൽ തന്നെ ഫാഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കായികവും സാമൂഹികമായ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഉയർന്ന നിലവാരമുള്ള ഫോട്ടോകൾ മാസികയുടെ പ്രത്യേകതയായി മാറി. ഒരു സ്വപ്നമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു ജീവിത രീതിയെക്കുറിച്ച് ശരാശരി വ്യക്തിക്ക് ദിവാസ്വപ്നം കാണാനും സങ്കല്പിക്കാനും കഴിയും. ഈ ഒരു സ്വപ്നമാണ് മാഗസിനിലെ ആദ്യ പേജ് മുതൽ ഉടനീളം കാണുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ 4 വോഗ് കവറുകൾക്ക് ഫാഷൻ ലോകം നൽകിയിരിക്കുന്ന പേരാണ് ബിഗ് 4. അമേരിക്കൻ വോഗ്, ബ്രിട്ടീഷ് വോഗ്, വോഗ് ഫ്രാൻസ്, വോഗ് ഇറ്റലി ഇവയാണ് ബിഗ് 4. ഒരു മോഡൽ 4 വോഗ് കവറുകളിലും എത്തുന്നത് ഫാഷൻ വ്യവസായത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി ആണ് കണക്കാക്കുന്നത്. ബിഗ് 4ന്റെ കവർ പൂർത്തിയാക്കിയ ആദ്യത്തെ സംഗീതജ്ഞയായി മഡോണ മാറി. തുടർന്ന് റിഹാനയും. 1960കളിൽ മാഗസിനിൽ സ്ത്രീ മോഡലുകളുടെ രൂപത്തിൽ മാറ്റം കൊണ്ടുവന്നു. അന്നുവരെ നിലനിന്നിരുന്ന സൗന്ദര്യ നിർവചനത്തിന് ഒരു മാറ്റമായിരുന്നു അത്. വോഗിന്റെ 1974 ഓഗസ്റ്റിലെ കവറാണ് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ മോഡലായിരുന്നു. അതേസമയം വോഗ് മാഗസിനിൽ പുറത്തുവിട്ട തെന്നിന്ത്യൻ സിനിമയിലെ വലിയ ഐക്കണുകളുടെ ലിസ്റ്റിൽ മമ്മൂട്ടിയും ഉൾപ്പെടുന്നു. സൗത്ത് ഇന്ത്യൻ സിനിമയിലെ മുൻനിര സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമാണ് നടനും ലിസ്റ്റിലുള്ളത്. മമ്മൂട്ടിയെ സൗത്ത് ഇന്ത്യയിലെ തന്നെ വലിയ ഐക്കണുകളിൽ ഒരാളായി മാഗസിൻ വിലയിരുത്തുന്നു. ദ മാസ്റ്റർ എന്നാണ് വോഗ് മാഗസിനിൽ മമ്മൂട്ടിയെ വിശേഷിപ്പിച്ചത്. ഉലകനായകൻ കമൽഹാസനാണ് വോഗ് മാഗസിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റൊരു താരം. സിനിമയിലെ 5 പതിറ്റാണ്ട് പിന്നിട്ട സൂപ്പർ താരത്തെ ദ ലെജൻഡ് എന്നാണ് മാഗസിൻ വിശേഷിപ്പിച്ചത്. മമ്മൂട്ടിക്കും കമൽഹാസനും പിന്നാലെ രജനീകാന്തിനെയും തെന്നിന്ത്യയിലെ സിനിമയിലെ വലിയ ഐക്കണുകളായി ഒരാളായി മാഗസിൻ വിലയിരുത്തി. ഇവർക്ക് പിന്നാലെ തെലുങ്ക് മെഗാസ്റ്റാർ ചിരഞ്ജീവി, നാഗാർജുന തുടങ്ങിയവരും ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു. തെലുങ്ക് സിനിമയെ ഒരു കാലത്ത് അടക്കി ഭരിച്ച താരങ്ങളായിരുന്നു ഇരുവരും. യുവതാരങ്ങളുടെയും കടന്നുവരവിനിടയിലും നാഗാർജുനയും ടോളിവുഡിൽ സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങൾക്കൊപ്പം വോഗ് മാഗസിൻ ലിസ്റ്റിൽ 3 നായികമാരും ഇടം പിടിച്ചിരുന്നു. ശോഭന, രമ്യകൃഷ്ണ, വിജയശാന്തി എന്നിവരായിരുന്നു അവർ. വിജയശാന്തി പൂർണ്ണമായും സിനിമ വിട്ടെങ്കിലും ശോഭനയും രമ്യകൃഷ്ണനും ഇപ്പോഴും സിനിമയിൽ സജീവമാണ്. 3 നായികമാരും ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്ന താരങ്ങളാണ്. വോഗ് ഇന്ത്യ വുമൺ ഓഫ് ദി ഇയർ ചുരുക്കപ്പട്ടികയിൽ മന്ത്രി കെ ശൈലജയും ഉൾപ്പെട്ടിരുന്നു. നിപയും കോവിഡും നേരിടാൻ മുന്നിൽ നിന്ന് നയിച്ചതിനാണ് മന്ത്രിക്ക് ആദരവ് നൽകിയത്. അതത് മേഖലയിൽ കഴിവ് തെളിയിച്ച വനിതകളെയാണ് വോഗ് വുമൺ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കുന്നത്. ബിഫോർ ഇറ്റ്സ് ഇൻ ഫാഷൻ, ഇറ്റ്സ് ഇൻ വോഗ്.